കഴിഞ്ഞ 3 വർഷമായി ബുള്ളറ്റ് എന്ന് പറയുന്ന മ്യൂസിക് ബാൻഡുമായി പരിപാടികൾ സംഘടിപ്പിക്കുന്ന ലേഖ അജയ് കൈരളി ടിവിയുടെ മെലഡി ബൈറ്റ്സിലെ ഹോസ്റ്റായിരുന്നു. അറിയപ്പെടുന്ന ഗായികയാണ്. ഭർത്താവും ഗായകനാണ് അജയ്. അതുകൊണ്ട് തന്നെ ഈ സംഗീത കുടുംബത്തിൽ നിന്നും ലേഖ അജയ് ബാൻഡുമായി മുന്നോട്ട് പോവുകയാണ്. കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് കൈരളിൽ ഇങ്ങനെ ഒരു മുഖമായിട്ട് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് അഷ്റഫിക്കയുടെ ഫോക്കസ് എന്ന പ്രോഗ്രാമിലൂടെ വന്നിരിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം അഷ്റഫിക്ക് ആദ്യം തന്നെ. ഇപ്പോൾ ഗൾഫ് ജീവിതം ആരംഭിച്ചിട്ട് 10ാമത്തെ വർഷമാണ് എൻ്റെ മ്യൂസിക് കരിയർ. ഏകദേശം ഈ ഒരു മാസത്തോടുകൂടി 10ാമത്തെ വർഷം കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലൂടെ ഒന്ന് ഫേസ് കാണിക്കാൻ പറ്റിയതിൽ അതിലേറെ സന്തോഷം. ഇപ്പോൾ 3 വർഷമായിട്ടാണ് ഞങ്ങളുടെ ബാൻഡ് മുന്നോട്ട് പോകുന്നത്. സീസൺ 3ലാണ് ഇപ്പം നിൽക്കുന്നത്. ഒത്തിരി വെറൈറ്റീസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. തുടക്കത്തിൽ തന്നെ വെറൈറ്റീസുകൾ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ എപ്പോഴും സംഗീതത്തെ ആസ്വദിക്കുകയും ഒപ്പം വരുന്ന ടാലൻറ്റ് സിംഗേഴ്സിനെ ഇരു കൈകളും കൊണ്ട് സ്വീകരിക്കുന്ന പ്രവാസി മലയാളികൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ബുള്ളറ്റ്സ് ബാൻഡിനെയും വളരെയധികം സന്തോഷപൂർവ്വമാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് സീസൺ 3 വരെ ഞങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാനായിട്ട് പറ്റുന്നത്. വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പാട്ടിലൂടെ ആരംഭിക്കാം. തീർച്ചയായിട്ടും. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാളത്തേരിൽ തിരുവോണപ്പാട്ട്. ഇത് സീസണിലെ തുടക്കത്തിൽ ഓണപ്പാട്ടായിട്ട് പാടുന്നുണ്ട്. അതിനുശേഷം പണ്ടത്തെ കുറേ സോങ്സുകളുടെ ഇപ്പം മിക്സ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതിൽ ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം, കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചിന്താമര വേണം, കുളിച്ചു ചെന്നാകം പോകാൻ ചന്ദനം വേണം, ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ഓഡിയൻസ് കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു പാട്ടിൽ മെലഡി സോങ്ങും ഞങ്ങൾ പാടാറുണ്ട്. എല്ലാ സോങ്സുകളും മാക്സിമം ഹാൻഡിൽ ചെയ്യാറുണ്ട്. ഏകദേശം എല്ലാ ഭാഷയിലും, ഈവൻ ശ്രീലങ്കൻ സോങ്സ് വരെ ഞങ്ങൾ പാടാറുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ അറബിക് സോങ്ങുകളിൽ ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അങ്ങനെയുള്ള ഷോകളിൽ പോകുമ്പോഴത്തേക്കും അറബിക് സോങ്ങുകൾ ഞങ്ങൾ ആഡ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ആക്ച്വലി 4 സിംഗേഴ്സാണ്. അതായത് 3 മെയിൽ സിംഗേഴ്സ്, പിന്നെ ഒരാൾ ഫീമെയിൽ ഞാനാണ്. പിന്നെ ബാക്കിയുള്ള 5 ഓർക്കസ്ട്രയാണ്. ഓർക്കസ്ട്രക്കാരെല്ലാവരും തന്നെ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഓർക്കസ്ട്രക്കാരാണ്. ഇവിടെ എല്ലാവരും UAE തന്നെ ഉള്ളവരാണ്, അബുദാബി അങ്ങനെയൊക്കെ ഉള്ളത്. ഇപ്പോൾ കീബോർഡിസ്റ്റ് ഒക്കെ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ആളാണ്. കീബോർഡിസ്റ്റ്, ഡ്രംസ് എല്ലാവരും കൈകാര്യം ചെയ്യുന്ന UAE തന്നെ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റ്. കൂടുതൽ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്, എനിക്ക് കൂടുതൽ പ്രവാസി മലയാളികളുടെ ഇടയിലോട്ട് കൂടുതൽ ശ്രദ്ധ പിടിച്ച് പറ്റിയിട്ടുള്ളത് നാടൻ പാട്ടുകളിലൂടെയാണ്. ഇപ്പോൾ മണിച്ചേട്ടൻ ഇപ്പോൾ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഒരുപാട് ജീവസ് അടങ്ങുന്ന കുറേ പാട്ടുകളിൽ ഇപ്പോഴും പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് ഇരുകരങ്ങളും കൊണ്ടാണ് ആൾക്കാർ സ്വീകരിക്കുന്നത്. മുഴുനീളനായിട്ട് ഒരു നാടൻ പാട്ടിന്റെ സെഗ്മെന്റ് തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് അവസാനിക്കുന്നത് കുട്ടനാട്ടിൽ അവസാനിച്ച് ഇപ്പോൾ തുടക്കത്തിലെല്ലാം മണിച്ചേട്ടന്റെ കുറേ നാടൻ പാട്ടുകളുടെ ഒരു ചെയിനായിട്ട് മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി നീളേ താഴേ
കണിയായി പൂവനങ്ങൾ സോളോ പെർഫോമൻസുകളിൽ ഇങ്ങനത്തെ കുറേ അതിൽ തന്നെ സെമി ക്ലാസിക്കൽ എല്ലാം കൈകാര്യം ചെയ്യാനായിട്ടുള്ള മെയിൽ സിംഗേഴ്സുകളുണ്ട്. പിന്നെ ഞാനും കവാലി സോങ്ങുകൾ പാടാറുണ്ട്. കവാലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക് കേൾക്കാനായിട്ട്. ഡോലൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കവാലിക്ക് കൂടുതൽ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ സ്പെഷ്യൽ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക സംഭവം ഞങ്ങളുടെ ബാൻഡിൽ ഉണ്ട്. അത് സ്റ്റാൻഡ് മൈക്കൊക്കെ വെച്ചിട്ട് ലൈക്ക് പെർഫോമൻസും കൂടെ ചെയ്തിട്ട് പ്രോപ്പർട്ടീസൊക്കെ യൂസ് ചെയ്തിട്ട് അത് ആക്ച്വലി കേൾവിക്കും അതുപോലെ തന്നെ കാണാനായിട്ടും ഒരു രസമാണ് സ്റ്റേജിൽ. സ്പെഷ്യൽ സെഗ്മെന്റ് ഒരു 5 സോങ്ങിന്റെ ഒരു ചെയിനാണ് ചെയ്യുന്നത്. ഓരോ പാട്ടുകളും 5 മിനിറ്റ് തന്നെ ഞങ്ങൾ ഇത് ചെയ്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഓരോ സോങ്ങിനും ഓരോ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട്, ഓരോരുത്തരും ചെയ്തു വെച്ചേക്കുന്ന സോങ്ങുകളായിരിക്കും അല്ലെങ്കിൽ ഫിലിമിലെ സോങ്ങുകളായിരിക്കും, അതിൽ ഓരോ പ്രോപ്പർട്ടീസുകൾ യൂസ് ചെയ്തിട്ട് പെർഫോം ചെയ്തുകൊണ്ട് തന്നെ പാടുന്നു. അതിൽ ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ സീസണിലെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റാർട്ടിങ്ങിൽ ആക്ച്വലി കപ്പ സോങ് ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഫിഷ് റോക്ക്, ബാൻഡുകളുടെ കുറച്ച് സോങ്ങുകൾ ഉൾപ്പെടുത്തിയിട്ട് പിന്നെ അവസാനം ഹിന്ദി. ഈ 5 സോങ്സിലും ഓരോ ലാംഗ്വേജും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മലയാളം, തമിഴ്, ഹിന്ദി അങ്ങനെ. ഇപ്പോഴിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ബാഹുബലി ചിത്രത്തിലെ കിലിക്കി എന്ന് പറഞ്ഞ ലാംഗ്വേജിന്റെ സംഭവമായിട്ടാണ് ചെയ്തേക്കുന്നത്. ആക്ച്വലി കിലിക്കി ലാംഗ്വേജ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഈ സീസണിൽ അത് എടുത്തേക്കുന്നത്. ബാഹക്കിലിക്ക് രാഹക്കിലിക്ക് പിപ്പി ഫിലിഫി ജിവ്ലാത്രോയ്ക്ക് ഉന്നോടുന്നോ മൂവോ ഛാവോ ഡംബാ ഡംബാ ഭൂഗോ കിലിക്ക്, ഇങ്ങനെയാണ് പാട്ടിൻ്റെ ഒരു സ്റ്റൈൽ. അപ്പോൾ അതിൽ ഞങ്ങൾ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് പ്രോപ്പർട്ടീസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ വരുന്ന 4 സോങ്സുകളും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ടുകൾ വിത്ത് ഡാൻസും അല്ലെങ്കിൽ പെർഫോമൻസും കൂടെയൊക്കെ ആഡ് ചെയ്തിട്ട്, അത് സത്യത്തിൽ ഡിഫിക്കൽട്ടാണ് പാടുന്ന സമയത്ത്. ഇങ്ങനെ വരുമ്പോൾ സാധാരണ രീതിയിൽ പല സ്ഥലങ്ങളിലും യുഎയിലെ പല സ്ഥലങ്ങളിലും നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ പ്രേക്ഷകർ ചിലപ്പോൾ ആവശ്യപ്പെടില്ലേ ചില പാട്ടുകൾ? തീർച്ചയായിട്ടും ഒരുപാട് അടിപൊളി പാട്ടുകൾ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആദ്യ പകുതി വരെ സത്യത്തിൽ പ്രേക്ഷകർ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന പാട്ടുകൾ തന്നെയാണ് പാടുന്നത്. പിന്നെ ആകെ കിട്ടുന്ന നമ്മുടെ ആ ഒരു അവധി ദിവസം മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവസാനത്തെ ലാസ്റ്റ് ബഞ്ച് ഓഫ് സോങ്സുകളിൽ കൂടുതലും അടിപൊളി പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. എല്ലാ പാട്ടുകളും ഹിന്ദി, മലയാളം, തമിഴിലുള്ള എല്ലാ ഡപ്പാങ്കൂത്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹിന്ദിയിലെ പെപ്പി നമ്പേഴ്സുകളായിട്ടുള്ള ചെയ്യുന്നുണ്ട്. തമിഴിലേക്ക് ഇപ്പോൾ ഇറങ്ങിയ ഏകദേശം പാട്ടുകളെല്ലാം ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഹിന്ദിയിലെ എല്ലാ പാട്ടുകളും മാക്സിമം ഹാൻഡിൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ തമിഴിലെ ജിങ്കിണമണി ജിങ്കിണമണി സിരിച്ചു പുട്ട നെഞ്ചില ആണി,
ഓരോ സെഗ്മെന്റ് ആയിട്ടാണ് ബാൻഡിൽ പോകുന്നത്. ചില സെഗ്മെന്റ് വളരെ അടിപൊളിയായിട്ട് വരുന്നു, ചില സെഗ്മെന്റ് ഭയങ്കര പിന്നെ എന്താ പറയുക ക്ലാസ് ആയിട്ടുള്ള സോങ്സുകൾ പിന്നെ നാടൻ പാട്ടിന്റെ സ്പെഷ്യൽ സെഗ്മെന്റ് അങ്ങനെ ഓരോ. പിന്നെ ഇപ്പോൾ കവാലിയുടെ തന്നെ സെഗ്മെന്റുകൾ ചെയ്യാറുണ്ട്, അതിൽ തന്നെ ഡിഫറെന്റ് സോങ്സുകൾ എടുത്ത് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചിലർ ഗസൽ ടൈപ്പ് ഓഫ് സോങ്സുകൾ, അതായത് പഴയ സോങ്ങുകൾ. കുടുംബമായിട്ട് സംഗീതമാണ്, അമ്മ അച്ഛൻ എല്ലാവരും നന്നായിട്ട് പേര്. അതെ, അമ്മയൊക്കെ ഒത്തിരി പോപ്പുലർ ആയിട്ടുള്ള ഒരു ആൾ. കാതികയായിരുന്നു, മ്യൂസിക് ടീച്ചറായിരുന്നു, റിട്ടയർഡായി. അച്ഛൻ റേഡിയോ സ്റ്റേഷനിൽ തന്നെ വയലിനിസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ കീബോർഡിസ്റ്റ്, ഇപ്പോൾ എല്ലാം ഏകദേശം എല്ലാ ഇൻസ്ട്രുമെന്റുകളും കൈകാര്യം ചെയ്യുന്നുണ്ട്. ചേച്ചി മ്യൂസിക് ടീച്ചറാണ്. 10 വർഷമായി ഇപ്പോൾ ബാൻഡ് തുടങ്ങി. ഇനിയിപ്പോൾ അടുത്ത ഉദ്യമം എന്താണ്? ഒരു ഫിലിമിൽ ഇതിനിടയിൽ പാടിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ, സാമ്രാജ്യം 2 വേണ്ടിയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അത് ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു ലക്ക് തന്നെ ആയിരുന്നു. ബോളിവുഡ് ലെജൻഡ് മ്യൂസിക് ഡയറക്ടർ R.A. ഷഫീർ എന്ന് പറഞ്ഞ ഒരു ടീമായിരുന്നു. ബോംബെയിലായിരുന്നു എന്റെ റെക്കോർഡിംഗ് ഒക്കെ. അല്ല, സിനിമ പണ്ടത്തെ സാമ്രാജ്യത്തിന്റെ സെക്കൻഡ് പാർട്ടാണ്, പക്ഷെ ബോളിവുഡ് സിംഗേഴ്സ് ആണ് എല്ലാവരും പാടിയിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ ഭാഗ്യം മറ്റേ നമ്മുടെ ഹിന്ദി ലെജൻഡ് കുമാർ സാനുവിന്റെ കൂടെയാണ്, കുമാർ സാനു സാറിന്റെ കൂടെ പാടാനായിട്ടാണ് എനിക്കൊരു അവസരം കിട്ടിയത്. പക്ഷേ ആ ഫിലിമിൽ കുറച്ച് ബൂസ്റ്റപ്പ് കുറവായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സോങ്സിനും എല്ലാം ആ ഒരു ഇടിവ് ഉണ്ടായി. അതൊരു വലിയ അൺലക്കായി പോയി എൻ്റെ ലൈഫിൽ. ആക്ച്വലി ഒരുപാട് അവസരങ്ങൾ തേടിയെത്തുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നാട്ടിലിപ്പോൾ ചെന്ന് നിന്ന് റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടെ എനിക്ക് അവസരങ്ങൾ. പക്ഷേ ഇവിടെ സ്റ്റേജ് അല്ലെങ്കിൽ ഒത്തിരി അവസരങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ ഭാഗ്യവതിയാണ് എന്ന് തീർച്ചയായിട്ടും ഞാൻ എടുത്തു പറയും. ശരി, ഇനിയിപ്പോൾ അടുത്ത ലേഖ അജയ് സിനിമ ഫിലിം സോങ്സിൽ കൂടി പോവുകയാണ്, അല്ലെങ്കിൽ പോകാനുള്ള ചാൻസ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരു പടത്തിൽ പാടി, ഇനിയിപ്പോൾ അടുത്ത ഉദ്യമം അതിലേക്കാണല്ലേ? സോങ്ങില്. താങ്ക് യു വെരി മച്ച്.